ഓം ശ്രീ സായിരാം. ഭഗവാന്റെ പാതാരബിന്ദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും സ്വാഗതം. അറിവിൻ്റെ സായി മാർഗം 17ാമത്തെ ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് ഐക്യം അഥവാ ഏകത്വം? അതാണ് ഇന്നത്തെ നമ്മളുടെ വിഷയം. സ്വാമിയുടെ തിരുസന്നിധിയിൽ, സ്വാമിയുടെ സമാധിയിൽ സുവർണ ലിപികളിൽ 4 വാക്കുകൾ കൊത്തിവെച്ചിട്ടുണ്ട്. സ്വാമി 60 വർഷത്തിലേക്ക് ചെയ്ത പരശതം പ്രഭാഷണങ്ങളുടെ സാരം, 4 വേദങ്ങളുടെയും സാരം ഈ 4 വാക്കുകളിൽ ഒതുങ്ങുന്നുവെന്ന് സ്വാമി തന്നെ പറഞ്ഞിട്ടുണ്ട്. ലവ് ഓൾ, സെർവ് ഓൾ. എല്ലാവരെയും സ്നേഹിക്കുക, എല്ലാവർക്കും സേവനം നൽകുക. നാം അത് വായിക്കുന്നു, പക്ഷേ നാം അതിനെക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കാറുണ്ടോ? അത് പരിശീലിക്കുവാൻ ശ്രമിക്കാറുണ്ടോ? അത് ലളിതമെന്ന് തോന്നുമെങ്കിലും അതികഠിനമായ സാധനയാണ്. ദിവ്യപുരുഷന്മാർക്ക് അത് പൂർണ്ണമായും പരിശീലിക്കുവാനാകൂ. നമ്മൾ അതിലേക്ക് ഉയരട്ടെ എന്നു കരുതിയാണ് ഭഗവാൻ നമ്മളെ പ്രേമസ്വരൂപലാര, ദിവ്യാത്മസ്വരൂപലാര എന്നും മറ്റും സംബോധന ചെയ്തിരുന്നത്. ഒരിക്കൽ പോലും സ്വാമി നമ്മളെ ഭക്തരെ എന്ന് വിളിച്ചില്ല. മാത്രവുമല്ല, കുൽവന്ത് ഹാളിൽ കൂടിയിരിക്കുന്ന ആയിരക്കണക്കിന് ആളുകളിൽ ഒരു യഥാർത്ഥ ഭക്തനെ തേടുകയാണ് താൻ എന്ന് ഒരിക്കൽ പറയുകയും ചെയ്തു. ഈ ഐക്യം, പരിശുദ്ധി, ദിവ്യത്വമാണ് ഒരു ശരിയായ ഭക്തൻ്റെ ലക്ഷണം. ഒരു കണക്കിൽ ഏകത്വത്തിന് വലിയ ഉദാഹരണം നമ്മൾ സായി ഭക്തർ തന്നെയാണ്. പ്രശാന്തി നിലയമാണ്. അവിടെ എല്ലാവർക്കും സായിരാം എന്നൊരു പേര് മാത്രം. സ്വന്തം പേര് പോലും മറന്ന് പരിശുദ്ധമായ സ്നേഹത്തോടെ സേവനം നൽകി ദിവ്യത്വത്തിൽ നാം അറിയാതെ എത്തിച്ചേരുന്ന ഇടമാണ് പ്രശാന്തി നിലയം. എത്രയോ നാട്ടുകാർ ഒരുമിച്ച് ഭാഷ പോലും അറിയാതെ സേവനം ചെയ്യുന്നു. സ്വാമി എല്ലാവരുടെയും അച്ഛനാണ്, അമ്മയാണ്, ഗുരുവാണ്, ഈശ്വരനാണ് എന്ന അറിവും സ്നേഹവും വികാരവും ആണ് ഈ യൂണിറ്റി അല്ലെങ്കിൽ യോജിപ്പിന് ആധാരം. ഐക്യം പരിശുദ്ധിയിലേക്കും പരിശുദ്ധി ദിവ്യത്വത്തിലേക്കും നയിക്കുമെന്ന് പരിശീലനത്തിലൂടെ നാം ഇവിടെ മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ ഇരിക്കുന്നിടം പ്രശാന്തി നിലയമാക്കൂ എന്ന്, അവിടെ ഞാൻ വന്ന് വസിക്കാം എന്ന് സ്വാമി നമ്മളോട് ഉറപ്പ് പറഞ്ഞത്. സ്വാമി പറയുന്ന 9 സ്വഭാവ സംഹിതകൾ ശരിയായി അനുസരിച്ചാൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഈ യോജിപ്പ് കൊണ്ടുവരാൻ ആകും. യോജിപ്പ് ആനന്ദകരവും വിയോജിപ്പ് ദുഃഖകരവുമാണെന്ന് നമ്മുടെ ജീവിതത്തിൽ നിന്ന് നാം പഠിക്കുന്നുണ്ടല്ലോ. ഏകത്വം, സമജീവത്വം. ഐക്യം അഥവാ ഏകത്വമാണ് ജീവിതത്തിൻ്റെ അടിസ്ഥാന തത്വം. എല്ലാ ജീവജാലങ്ങളും സർവശക്തനായ ഈശ്വരൻ്റെ അംശങ്ങൾ മാത്രമാണ് എന്ന അറിവാണ് ഐക്യത്തിന്, യോജിപ്പിനും ആധാരം. ഒരു ദീപത്തിൽ നിന്നും അനേകം ദീപങ്ങൾ കൊളുത്തിയാലും എല്ലാം ഒരുപോലെ പ്രകാശം പരത്തുന്നു. വിവിധ വർണ്ണ പുഷ്പങ്ങൾ ചരടിൽ കോർത്താൽ മനോഹരമായ ഒരു പൂമാല ഉണ്ടാക്കാം. അവയെ യോജിപ്പിച്ചിരിക്കുന്ന ആ ചരട് തന്നെയാണ് ഹാരത്തിന് ആധാരം. അതുപോലെ സൃഷ്ടിയിലെ സകല ചരാചരങ്ങളെയും കൂട്ടിയിണക്കുന്നത് അവയ്ക്ക് ആധാരമായ ഈശ്വരൻ മാത്രമാണ്. സൃഷ്ടിയുടെ വിഭിന്നതകളിൽ മയങ്ങിപ്പോകുന്ന നാം സ്രഷ്ടാവിനെ ഓർക്കുന്നതേയില്ല. 7 വർണ്ണങ്ങൾ കൂടുമ്പോഴാണ് ഒരു മഴവിൽ ഉണ്ടാകുന്നത്. നമ്മുടെ വിരലുകളുടെ ആകൃതിയും വലിപ്പവും വിഭിന്നമാണ്. ഒരു കൈപ്പത്തിയിൽ അവ സംയോജിപ്പിച്ചിരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് കൈകൾ കൊണ്ട് പ്രവർത്തിപ്പിക്കുവാൻ സാധിക്കുന്നത്. ഓരോ വിരലിനും അതിൻ്റേതായ ഗുണവും മഹത്വവുമുണ്ട്. മനുഷ്യ ശരീരത്തിൻ്റെ ഘടനയും പ്രവർത്തനവും തന്നെയാണ് ഈ യോജിപ്പിന് ഏറ്റവും നല്ല ഉദാഹരണം. എത്ര അത്ഭുതകരമായ ഒരു പ്രതിഭാസമാണ് മനുഷ്യ ശരീരം! ഈ നാനാത്വത്തിലെ ഏകത്വം സൃഷ്ടിയിൽ എവിടെ നോക്കിയാലും കാണാവുന്നതാണ്. അതുപോലെ സൃഷ്ടിയിൽ ഏകത്വം അഥവാ യൂണിറ്റി അഥവാ യോജിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ലോകത്ത് ശാന്തിയും ആനന്ദവും ഉണ്ടാവുകയുള്ളൂ. ഒറ്റയ്ക്ക് നിൽക്കുന്ന പൂജ്യത്തിന് ഒരു വിലയുമില്ല. 1 എന്ന സംഖ്യയുടെ കീഴെ ചേരുമ്പോൾ പൂജ്യത്തിന് മൂല്യമുണ്ടാകുന്നു. 1 ഈശ്വരനെ പ്രതിനിധീകരിക്കുന്ന സംഖ്യയാണ്. ഈശ്വരനോട് അല്ലെങ്കിൽ സ്രഷ്ടാവിനോട് യോജിപ്പുണ്ടെങ്കിൽ മാത്രമേ സൃഷ്ടിക്ക് മൂല്യമുണ്ടാവുകയുള്ളൂ.
ഒറ്റയ്ക്കിരുന്ന് പാടുന്നതിനേക്കാളും സന്തോഷം ഏകമനസ്സോടെ ഒരുമിച്ചിരുന്ന് ഭജന പാടുമ്പോഴല്ലേ? ഈ ഐക്യം കുടുംബത്തിലും സമൂഹത്തിലും എല്ലായിടത്തും പരിശീലിക്കുവാനാണ് സ്വാമി നമ്മെ ഉപദേശിക്കുന്നത്. ഈ ഐക്യം സ്നേഹമാണ്, സൗഹൃദമാണ്. അത് നമ്മുടെ മനസ്സിനെയും ഹൃദയത്തെയും ശുദ്ധീകരിക്കുന്നു. ഐക്യത്തിൽ നിന്നുമാണ് പരിശുദ്ധി ഉണ്ടാകുന്നത്. എന്താണ് പരിശുദ്ധി? ഒരു മനുഷ്യന്, പ്രത്യേകിച്ചും ഒരു ആത്മീയ സാധകന് ഉണ്ടായിരിക്കേണ്ട ഒരു ഗുണമാണ് പരിശുദ്ധി. ഒരു ഹൃദയത്തിലായാലും ക്ഷേത്രത്തിലായാലും ഭവനത്തിലായാലും പരിശുദ്ധമായ ഇടത്തു മാത്രമേ ഭഗവാൻ വസിക്കുകയുള്ളൂ. പരിശുദ്ധി എന്നാൽ ശുചിത്വം. ശുചിത്വം ദൈവികത്വത്തിന് സമീപമാണ് എന്നൊരു ചൊല്ലുണ്ടല്ലോ. എവിടെയൊക്കെയാണ് നാം ശുചിത്വം പാലിക്കേണ്ടത്? ഒന്നാമതായി നമ്മുടെ ശരീരം, വസ്ത്രം, ഭവനം, പരിസരം എന്നിങ്ങനെ ബാഹ്യമായ ശുചിത്വം നാം പാലിക്കണം. ആന്തരികമായി മനസ്സ്, ബുദ്ധി, വികാരങ്ങൾ എന്നിവയിൽ ശുചിത്വം ഉണ്ടായിരിക്കണം. ഭക്ഷണത്തിലെ ശുചിത്വം ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണ്. ഭക്ഷണം എന്നതുകൊണ്ട് നാം എന്താണ് അർത്ഥമാക്കുന്നത്? ആഹരിക്കുന്നത് ആഹാരം. നാം കഴിക്കുന്ന ആഹാര പദാർത്ഥങ്ങൾ മാത്രമല്ല നമ്മുടെ ഭക്ഷണം. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നാം നമ്മുടെ ഉള്ളിലേക്ക് സ്വീകരിക്കുന്നതെല്ലാം ഭക്ഷണമാണ്. നല്ലതു കാണുക, കേൾക്കുക, പറയുക, ചിന്തിക്കുക, പ്രവർത്തിക്കുക, ശ്വസിക്കുക, നമ്മുടെ വിചാരങ്ങൾ, വികാരങ്ങൾ, സംഭാഷണം എന്നിവ ശുദ്ധമാക്കുക. എന്നാൽ മാത്രമേ നമ്മുടെ ശരീരം, മനസ്സ്, ബുദ്ധി എന്നിവയ്ക്ക് പരിശുദ്ധി ഉണ്ടാവുകയുള്ളൂ. ഭഗവത്ഗീതയിൽ ഭഗവാൻ ഉപദേശിക്കുന്നത് ഭക്ഷണത്തിലെ ത്രികരണ ശുദ്ധിയാണ്. അതെന്തൊക്കെയാണ്? പാത്രശുദ്ധി, പാകശുദ്ധി, പദാർത്ഥശുദ്ധി. ഇന്ന് നമ്മൾ ജീവിതത്തിൽ ഈ പരിശുദ്ധി പാലിക്കുന്നുണ്ടോ? വഴിയോരത്തു നിന്നും ഹോട്ടലുകളിൽ നിന്നും ഭക്ഷണം കഴിക്കുന്നത് പരിഷ്കാരമായപ്പോൾ നഷ്ടപ്പെട്ടത് ഈ പരിശുദ്ധിയാണ്. ആര്, എങ്ങനെ, എന്ത് ഉണ്ടാക്കിയെന്ന് നാം ശ്രദ്ധിക്കുന്നില്ല. പാത്രശുദ്ധിയും പദാർത്ഥശുദ്ധിയും പാകശുദ്ധിയും ഉണ്ടാക്കുന്ന ആളിൻ്റെ ശുദ്ധിയും നാം പരിഗണിക്കുന്നില്ല. ത്രിഗുണങ്ങൾ എന്ന പോലെ ഭക്ഷണത്തിലും സാത്വികം, രാജസികം, താമസികം എന്ന 3 തരങ്ങളുണ്ട്. കണ്ണിനും മൂക്കിനും നാവിനും ഹിതകരമായതും വികാരങ്ങളെ ശാന്തമാക്കി സന്തോഷം നൽകുന്നതുമായ ഭക്ഷണമാണ് സാത്വികം. വികാരങ്ങളെ ഉദ്ദീപിപ്പിക്കുന്ന എരിവ്, പുളി, കയ്പ്, മധുരം തുടങ്ങിയ രസങ്ങൾ അധികമായ ഭക്ഷണം രാജസികമാണ്. അവ നമ്മിൽ കോപം, കാലുഷ്യം തുടങ്ങിയ വികാരങ്ങൾ ഉണ്ടാക്കുന്നു. പഴകിയത്, പുളിച്ചത്, മദ്യം, മത്സ്യം, മാംസാദികൾ എന്നിവ താമസികമാണ്. നമ്മിൽ അലസത, അനാദരവ്, ബുദ്ധിഭ്രംശം എന്നീ ദുർഗുണങ്ങൾ ഉണ്ടാക്കുന്നവയാണ് താമസിക ഭക്ഷണം. 2 പ്രധാന കാരണങ്ങളാൽ ഭക്ഷണം സാത്വികമാകാൻ ഓരോരുത്തരും, പ്രത്യേകിച്ച് സാധകരും ശ്രദ്ധിക്കേണ്ടതാണ്. എന്താണത്? അഹം വൈശ്വാനരോ ഭൂത്വാ പ്രാണിനാം ദേഹമാശ്രിതഃ പ്രാണാപാനസമായുക്തഃ പചാമ്യന്നം ചതുർവിധം. ഭഗവാൻ പറയുകയാണ്, ഞാൻ വൈശ്വാനരനായി, ജഠരാഗ്നിയായി പ്രാണികളുടെ ഉള്ളിൽ വസിക്കുന്നു. ഭക്ഷണത്തെ പ്രാണവായുവിലൂടെ സംശീകരിക്കുന്നതും അപാനവായുവിൻ്റെ സഹായത്തോടെ വേണ്ടാത്തവയെ പുറന്തള്ളുന്നവയും ഈശ്വര ചൈതന്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈശ്വരന് സമർപ്പിക്കുവാൻ യോഗ്യമായ ഭക്ഷണമാണ് നാം കഴിക്കേണ്ടത്. രണ്ടാമതായി, നാം കഴിക്കുന്ന ഭക്ഷണത്തിലെ സൂക്ഷ്മാംശമാണ് നമ്മുടെ ചിന്തകളെ സ്വാധീനിക്കുന്നത്. ചിന്തകൾ വാക്കായും പ്രവൃത്തികളായും തീരുന്നു. ആവർത്തിച്ചു ചെയ്യുന്ന പ്രവൃത്തികൾ ശീലമായും ശീലം സ്വഭാവമായും മാറുന്നു. സൽസ്വഭാവമായാലും ദുസ്വഭാവമായാലും ശീലമാണ് അടിസ്ഥാനം. ശീലങ്ങൾ മാറ്റുവാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ത്രികരണശുദ്ധി ഉണ്ടാകുവാൻ നാം ശ്രമിക്കണം. ചിന്ത, വാക്ക്, പ്രവൃത്തി എന്നിവയിലെ ഐക്യവും നന്മയുമാണ് ത്രികരണശുദ്ധി. അത് മഹത്വത്തിൻ്റെ ലക്ഷണവുമാണ്. മനസ്സേകം വചസ്സേകം കർമ്മണ്യേകം മഹാത്മനാം എന്നാണ് ചൊല്ല്.
ഈശ്വരഭക്തി ഉണ്ടെങ്കിൽ മാത്രമേ ഹൃദയശുദ്ധി ഉണ്ടാകുവാനുള്ള സാധനകൾ ചെയ്യുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. പ്രാർത്ഥന, സേവനം, സ്വാധ്യായം, സത്സംഗം, ഭജന, ക്ഷേത്രദർശനം തുടങ്ങിയ നല്ല ശീലങ്ങളിലൂടെ പരിശുദ്ധി നമുക്ക് നേടുവാനാകും. നാം വീണ്ടും വീണ്ടും തേച്ചുമിനുക്കിയ പാത്രങ്ങൾ വെട്ടിത്തിളങ്ങുന്നത് പോലെ സ്നേഹത്തോടെയും ഭക്തിയോടെയും തുടർച്ചയായി ചെയ്യുന്ന സേവനങ്ങൾ, സാധനകൾ, സത്സംഗം തുടങ്ങിയതെല്ലാം നമ്മിൽ ഹൃദയശുദ്ധി ഉളവാക്കുന്നു. നമുക്ക് അത്യധികം ശാന്തിയും ആനന്ദവും ഉണ്ടാകുന്നു. ഞാൻ എൻ്റെ ഭക്തരുടെ ശുദ്ധ ഹൃദയങ്ങളിലാണ് വസിക്കുന്നത് എന്ന് ഭഗവാൻ അർജുനനോട് പറഞ്ഞിട്ടുണ്ട്. നാം ഈശ്വരൻ്റെ അംശമാണെന്ന തിരിച്ചറിവാണ് ദിവ്യത്വം. ജനിക്കുമ്പോൾ എല്ലാവരും പരിശുദ്ധരായിരിക്കും. ജീവിത സാഹചര്യങ്ങൾ, കൂട്ടുകെട്ട്, ശീലങ്ങൾ എന്നിവയാൽ ആ പരിശുദ്ധി മനുഷ്യന് നഷ്ടമാകുന്നു. ദിവ്യത്വത്തിലേക്ക് ഉയരുവാനോ ആസുരഭാവത്തിലേക്ക് പതിക്കുവാനോ ഉള്ള സ്വാതന്ത്ര്യം മനുഷ്യന് നൽകിയിരിക്കുന്നു. വിവേകവും വിവേചന ശക്തിയും നൽകി ഈശ്വരൻ സാക്ഷിയായി നിലകൊള്ളുന്നു. ഉദ്ധരേദാത്മനാത്മാനം നാത്മാനമവസാദയേത് ആത്മൈവ ഹ്യാത്മനോ ബന്ധുഃ ആത്മൈവ രിപുരാത്മനഃ. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ അരുളിയതാണിത്. നമ്മെ ഉദ്ധരിക്കുവാനുള്ള കർമ്മങ്ങൾ നാം ചെയ്യുമ്പോൾ നാം നമ്മുടെ ബന്ധുവും, നമ്മെ അധപ്പതനത്തിലേക്ക് നയിക്കുന്ന കർമ്മങ്ങൾ നാം ചെയ്യുമ്പോൾ നാം തന്നെ നമ്മുടെ ശത്രുവും ആയിത്തീരുന്നു. പുറത്തുനിന്നൊരാളുമല്ല, മറ്റാരും തന്നെയല്ല. നാം നമ്മുടെ കർമ്മങ്ങൾക്കനുസരിച്ച് സ്വയം നമ്മുടെ ബന്ധുവോ ശത്രുവോ ആയിത്തീരുന്നു എന്നാണ് ഭഗവാൻ കൃഷ്ണൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. പ്രശാന്ത നിലയത്തിൽ സ്ഥിരമായി താമസിക്കണമെങ്കിൽ ഒരു ടെസ്റ്റ് പാസ്സാകണം. അതിന് പ്രത്യേകം പുസ്തകങ്ങളില്ല. മൈത്രി, കരുണ, മുദിത, ഉപേക്ഷ എന്നീ 4 കാര്യങ്ങൾ പരിശീലിച്ചാൽ നമ്മുടെ ഹൃദയം പ്രശാന്തി നിലയമാകും. അവിടെ വസിക്കാൻ സ്വാമി വരാമെന്ന് നമുക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. എല്ലാവരോടും മൈത്രി എന്താണ്? എല്ലാവരോടും സൗഹൃദം, എല്ലാവരോടും സ്നേഹം. കരുണ എന്താണ്? എല്ലാവരോടും കാരുണ്യപൂർവ്വമുള്ള, ദയാപൂർവ്വമുള്ള നമ്മുടെ പെരുമാറ്റം. മുദിത എന്താണ്? ഏതൊക്കെ അവസ്ഥകളിലും നമ്മുടെ ഉള്ളിലുള്ള ആനന്ദത്തെ കൈവിടാതിരിക്കുക. എപ്പോഴും സ്വാമി ഭഗവാൻ നമ്മളുടെ കൂടെയുണ്ടെന്നുള്ള അറിവ് നമ്മളുടെ എല്ലാ അനുഭവങ്ങളിലും നമ്മുടെ ആനന്ദം കൈവിടാതെ സൂക്ഷിക്കുവാൻ നമ്മളെ സഹായിക്കുന്നു. ഉപേക്ഷ അതായത് നിസ്സംഗത. എല്ലാ കാര്യത്തിലും ഒരു നിസ്സംഗത്വം നമ്മൾ പരിശീലിക്കണം. ഒന്നിനോടും ഒരു മമതയോ ഒരു കൂട്ടിവെക്കുവാനുള്ള ഇതോ ഒന്നും നമുക്ക് പാടില്ല. അതാണ് ഉപേക്ഷ. ഈ മൈത്രി, കരുണ, മുദിത, ഉപേക്ഷ എന്നീ 4 കാര്യങ്ങൾ പരിശീലിച്ചാൽ നമ്മുടെ ഹൃദയം പരിശുദ്ധമായി തീരും. അവിടെ ആണ് ഭഗവാൻ ഇരിപ്പിടമാക്കുവാനായിട്ട് വരാമെന്ന് നമുക്ക് ഉറപ്പ് നൽകിയിരിക്കുന്നത്. സ്വാമി ഉപദേശിച്ചതുപോലെ ഐക്യവും പരിശുദ്ധിയും പാലിച്ചുകൊണ്ട് നമ്മുടെ യഥാർത്ഥമായ വ്യക്തിത്വം, അതായത് യഥാർത്ഥമായ ദിവ്യത്വത്തിലേക്ക് ഉയരുവാൻ ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഈ വാക്പുഷ്പങ്ങൾ വിനയപൂർവ്വം സ്വാമിയുടെ ചരണകമലങ്ങളിൽ സമർപ്പിക്കുന്നു. ജയ് സായിരാം.